ഹായ്, വെൽക്കം ഓൾ ഓഫ് യു. ഒരു പുതിയ ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അഡ്വാൻസ്ഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇത് നമ്മളെ M.Com ഫസ്റ്റ് സെമസ്റ്റർ M.Com പഠിക്കുന്ന കുട്ടികളുടെ ഒരു പേപ്പറാണ്. ഫസ്റ്റ് സെം M.Com. പക്ഷേ M.Com പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല, B.Com കുട്ടികൾക്കും റെഫർ ചെയ്യാം. കാരണം M.Com അഡ്വാൻസ്ഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയും. നമ്മൾ B.Com മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ഒരു പേപ്പറുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിക്കൊക്കെ സെയിം സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിക്കും കാര്യങ്ങളൊക്കെ എന്താണ് സെയിം ആയതുകൊണ്ട് തന്നെ M.Com അതുപോലെ B.Com BBA ഈ കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, റെഫർ ചെയ്യാം. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് നമുക്ക് യഥാർത്ഥത്തിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് നമുക്ക് ഇങ്ങനെയും പറയാതില്ല, അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ്. അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ്. അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞതാണ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ടിങ് എന്ന് അല്ലേ. ഈ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്ഥാപനത്തിൽ ഇപ്പോൾ എന്താണ് വർക്കേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ മാനേജേഴ്സ്, അതുപോലെ തന്നെ എന്താണ് സൂപ്പർവൈസേഴ്സ് അല്ലേ, ഇങ്ങനെ ഒരു പിടി ആളുകളുണ്ടാവും. പിന്നെ എന്താണ് അവിടെ മാനേജ്മെൻറ്റിൻ്റെ ഒരു പങ്ക് എന്താണ്? മാനേജ്മെൻറ്റിൻ്റെ റോൾ എന്താണ് യഥാർത്ഥത്തിൽ? വാട്ട് ആക്ച്വലി മാനേജ്മെൻറ്റ് മെമ്പേഴ്സ് ആർ ഡൂയിങ് ഹിയർ അല്ലേ. അവിടെ എന്താണ് യഥാർത്ഥത്തിൽ മാനേജ്മെൻറ്റ് മെമ്പേഴ്സ് ചെയ്യുന്നത്? അവരാണ് യഥാർത്ഥത്തിൽ പോളിസി മേക്കേഴ്സ് എന്ന് പറയുന്ന വിഭാഗം അല്ലേ. ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്നത് മാനേജ്മെൻ്റ് ആണ്. ഡിസിഷൻ മേക്കിംഗ്. ഈ ഡിസിഷൻ മേക്കിങ്ങിന് എന്താവശ്യമാണ്? ഡാറ്റ, അഥവാ നമുക്ക് ഈ ഡാറ്റേനാണ് നമ്മൾ എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ഇൻഫോർമേഷൻ അല്ലേ. ഫോർ ഡിസിഷൻ മേക്കിംഗ് പർപ്പസ് വി നീഡ് ഇൻഫോർമേഷൻ. ആ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാ? നമ്മളാണ്. നമ്മൾ മീൻസ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. സോ പ്രൊവൈഡ് ഇൻഫോർമേഷൻ. സോ ദിസ് ഈസ് ദി ബേസിക് പർപ്പസ് അല്ലെങ്കിൽ മെയിൻ പർപ്പസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. പ്രൊവൈഡ് ഇൻഫോർമേഷൻ ഫോർ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് നമുക്ക് വേണമെങ്കിൽ മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായുള്ള ഇൻഫോർമേഷൻ നൽകുക. അപ്പോൾ ഇത് നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ബ്രാഞ്ച് മാത്രമാണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി മെയിൻ ബ്രാഞ്ച് ഓഫ് അവർ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന് ഒരുപാട് മറ്റ് ബ്രാഞ്ചുകളുണ്ട് നമുക്കറിയാം അല്ലേ, അക്കൗണ്ടിങ്. അപ്പോൾ അതിലേക്ക് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പോയി വരാം. നമ്മൾ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഈ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു യഥാർത്ഥത്തിൽ ഒരു ബേസിക് ഫോം എന്താണ്? ബേസിക് ഫോം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്? അതൊക്കെ പോട്ടെ, നമ്മൾ അക്കൗണ്ടിങ് ഇല്ലാത്തൊരു കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അക്കൗണ്ടിങ് സബ്ജക്റ്റ് ഒന്നും ഇല്ലാത്തൊരു കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അല്ലേ. അത്രമാത്രം വളരെ ഇൻഫ്ലുവൻസ് ഉണ്ട് കൊമേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു മേഖലയിൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പേപ്പർ അല്ലേ. നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഫാദർ ആരായിരുന്നു? ലൂക്ക പാസിയോളി എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ അല്ലേ. ലൂക്ക പാസിയോളി വാസ് ആൻ ഇറ്റാലിയൻ. അപ്പോൾ അദ്ദേഹമാണ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് ഓർമ്മല്ലേ? എവറി ഡെബിറ്റ് ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് കറസ്പോണ്ടിങ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി. അത് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ്. അക്കൗണ്ടിങ്ങിലേക്ക് നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞ സംവിധാനം കൊണ്ടുവരുന്നത് ഇദ്ദേഹമാണ്. അങ്ങനെയാണ് ഇദ്ദേഹത്തെ എന്താണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഫാദർ ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നതായിട്ട് നമ്മളെന്താണ് ലൂക്ക പാസിയോളിനെ അറിയപ്പെടുന്നത്. ഓക്കെ, ഡെബിറ്റ് വാർഡ് കംസ് ഇൻ, ക്രെഡിറ്റ് വാർഡ് ഗോസ് ഔട്ട് എന്ന് പറഞ്ഞ കുറേ റൂളുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ മെഷീനറി വാങ്ങുമ്പോൾ എന്താണ്? മെഷീനറി വരുന്നു, ക്യാഷ് പോകുന്നു. ഫർണിച്ചർ വാങ്ങുന്നു, ഫർണിച്ചർ വരുന്നു, ക്യാഷ് പോകുന്നു.
ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് അല്ലേ. ഫർണിച്ചർ വരുന്നു, ഫർണിച്ചർ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്, മിഷനറി അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്, ഇങ്ങനെ നമ്മൾ ജേണൽ എൻട്രികളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. ഇതൊക്കെ ഈ ഒരു പ്രിൻസിപ്പളിൻ്റെ ബേസിൽ നിന്ന് ഇങ്ങനെ ഡിറൈവ് ചെയ്ത് വന്ന സംഭവങ്ങളാണ്. ഓക്കെ, പിന്നീട് നമുക്ക് അക്കൗണ്ടിങ്ങിന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 1941 AICPA എന്ന് പറയുന്ന ഒരു ടീം, AICPA, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. അത് ഇൻ ദി ഇയർ 1941 അവർ ഒരു ഡെഫിനിഷൻ കൊടുത്ത അക്കൗണ്ടിങ്ങിന്. ഓർമ്മ ഉണ്ടോ? ഡെഫിനിഷൻ ഗിവൺ ബൈ AICPA അല്ലേ. അക്കൗണ്ടിങ്ങിലെ ഏറ്റവും ഒരു, അല്ലെങ്കിൽ നമ്മുടെ കൊമേഴ്സിൽ തന്നെ ഏറ്റവും ഒരു ഗ്ലാമർ ആയിട്ടുള്ള ഡെഫിനിഷനാണിത്, നമ്മുടെ AICPA കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ. അത് എന്താണ് അക്കൗണ്ടിങ് എന്ന് ആരെങ്കിലും നമ്മളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡെഫിനിഷന് പറയുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടക്കം പറഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ് മതി. അതിലെല്ലാം ഉണ്ട്. ആ ഒരു ഡെഫിനിഷനിൽ ആ അക്കൗണ്ടിങ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് അല്ലേ. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിങ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ഇൻ ടേംസ് ഓഫ് മണി, transactions and events which are in part at least of a financial character and interpreting the results thereof എന്ന് പറഞ്ഞിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എന്താണ് ഒരു ഡെഫിനിഷൻ. ആ ഒരു ഡെഫിനിഷൻ്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. ആ ഒരു ഡെഫിനിഷനിൽ എന്തുണ്ട്, അക്കൗണ്ടിങ്ങിൻ്റെ എല്ലാ ഫംഗ്ഷനും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അക്കൗണ്ടിങ്ങിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റെക്കോർഡിങ്, ക്ലാസിഫൈങ്, ദെൻ സമ്മറൈസിങ്, പിന്നെ അവസാനം ഇതൊക്കെ ആവശ്യക്കാർക്ക് കൊടുക്കുക, ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് ഏത് പാർട്ടീസിനാണോ ഇത് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കുക. അത്രയും വിശാലമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് AICPA തന്നിട്ടുള്ള ആ ഒരു ഡെഫിനിഷൻ അല്ലേ. ഇറ്റ് ഈസ് അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിങ് എന്നാണ് പറയുന്നത്. റെക്കോർഡ് ചെയ്യുന്ന ഒരു കല. ദെൻ ക്ലാസിഫൈ, തരംതിരിക്കുക. അക്കൗണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെന്താണ് പലതായിട്ട് തരംതിരിക്കുന്നത്, ക്ലാസിഫൈ. ദെൻ സമ്മറൈസിങ് ചെയ്യുന്ന ഒരു കല അല്ലേ. പിന്നെ അവസാനം എന്താണ്, ഇതിൻ്റെയൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള പ്രത്യേകത നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഒക്കെ എന്താണ് മണി ഇൻവോൾവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളൊക്കെ എന്താണ് അക്കൗണ്ടിങ്ങിലൊക്കെ കണക്കിലെടുക്കുന്നുള്ളൂ അല്ലേ. ഓക്കെ, സോ അതൊക്കെ റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ സമ്മറൈസ് ചെയ്തിട്ട് ഒക്കെ ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ജേണൽ, ലെഡ്ജർ, ഇങ്ങനെ വ്യത്യസ്തമായ ബുക്കുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനമാകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് എന്താണ് അതിൻ്റെ ലാഭമോ നഷ്ടമോ അറിയാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ട്രേഡിംഗ് അക്കൗണ്ട്, അതുപോലെ തന്നെ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലേ. ദെൻ ബാലൻസ് ഷീറ്റ്, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വാലിറ്റി ബിറ്റ്വീൻ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്നാണ് ബാലൻസ് ഷീറ്റിനെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇതിലൂടെ നമുക്ക് എന്താണ് സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റോ ലോസോ ഒക്കെ മനസ്സിലാക്കുക. ഫിനാൻഷ്യൽ പൊസിഷൻ, ബാലൻസ് ഷീറ്റിലൂടെ സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാം. എന്നിട്ട് അത് ആവശ്യമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. പാർട്ടീസ്, യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്, ഇൻറ്റേർണൽ യൂസേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് എക്സ്റ്റേണൽ യൂസേഴ്സ് ഉണ്ട് അല്ലേ. ഈ പുറമക്കാർക്കൊക്കെ അത് വലിയ താല്പര്യം ഉണ്ടാവും. പുറമക്കാർ എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെ വരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളെ സ്ഥാപനത്തിലേക്ക് കടം തന്ന് സഹായിച്ചിട്ടുള്ള ആളുകൾക്ക് അവർക്ക് അവരുടെ പണം തിരിച്ചു കിട്ടുമോ എന്നുള്ള ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അത് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവും. ക്രെഡിറ്റേഴ്സ് അല്ലേ, പിന്നെ അതുപോലെ സപ്ലയേഴ്സ്, അതുപോലെ ബാങ്കേഴ്സ്, നമുക്ക് പണം തന്ന് സഹായിച്ച ടീമാണ് ബാങ്കേഴ്സ്, അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് എന്താണ്, നമ്മൾ എത്രയാണോ നമ്മളെ പ്രോഫിറ്റ്, ആ പ്രോഫിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം ടാക്സ് നമ്മൾ അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. സോ ഗവൺമെൻറ്റിനും എന്തുണ്ടാവും, അതിനുള്ള താല്പര്യമുണ്ട്, അറിയാനുള്ള ആഗ്രഹം. ഇത്തരത്തിൽ പിന്നെ ഇതിനെ ബേസ് ചെയ്തിട്ട് റിസർച്ച് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും, സ്കോളേഴ്സ്. ഓക്കെ, അപ്പം ഇതൊക്കെ എന്താണ് എക്സ്റ്റേണൽ പാർട്ടീസാണ്, ഈ അക്കൗണ്ടിങ്ങിൻ്റെ ഇൻഫോർമേഷൻ ആവശ്യമുള്ളവരാണ്. അതുപോലെ തന്നെ ഇൻറ്റേർണൽ പാർട്ടീസ്, അതായത് മാനേജ്മെൻറ്റ്, ഓണേഴ്സ് എന്ന് പറയുന്ന വിഭാഗം, അവർക്കും എന്താണ് ആവശ്യമുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ പ്യുവർലി ഇത് പ്രധാനമായിട്ടും എക്സ്റ്റേണൽ പാർട്ടീസിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. സോ ഈ കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു ശാസ്ത്രശാഖ, അത് ചെയ്യുന്ന ഒരു ബേസിക് ഫോം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്, അതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്
ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ആക്ച്വലി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് ദി ബേസിക് ഫോം ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ള രൂപം ഏത് വെച്ചാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. പിന്നെ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നാണ് ബാക്കിയുള്ള അക്കൗണ്ടിങ് രൂപമായിട്ടുള്ള കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഒക്കെ എന്ത് ചെയ്യുന്നത്, ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റും അക്കൗണ്ടിങ് ഒക്കെ വെറുതെ ഉണ്ടായതല്ല. ഇതൊക്കെ എന്താണ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ന്യൂനതകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുണ്ടായതാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ന്യൂനതയായിട്ട് നമുക്ക് പറയാൻ പറ്റുക? ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഹിസ്റ്റോറിക്കൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. ഹിസ്റ്റോറിക്കൽ ബേസ്ഡ്. എന്താണ് ഹിസ്റ്റോറിക്കൽ ബേസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഹിസ്റ്റോറിക്കൽ ബേസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെന്താണ്, മെഷീനറി വാങ്ങുന്നു, അത് റെക്കോർഡ് ചെയ്യുന്നു. ഫർണിച്ചർ വാങ്ങുന്നു, റെക്കോർഡ് ചെയ്യുന്നു. അല്ലേ? എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നു, റെക്കോർഡ് ചെയ്യുന്നു. സെയിൽസ് നടക്കുന്നു, റെക്കോർഡ് ചെയ്യുന്നു. ഓക്കെ, പാസ്റ്റ് ഡാറ്റ റെക്കോർഡ് ചെയ്യാണ്. ഇതാണ് ഹിസ്റ്റോറിക്കൽ ബേസ് എന്ന് പറയുന്ന ഒരു സംഭവം. ഇതാണ് ഏറ്റവും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ടുള്ള ഒരു ന്യൂനതയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നുകൂടിയാണ് ഹിസ്റ്റോറിക്കൽ ബേസ്ഡ് ആണ്. ഹിസ്റ്റോറിക്കൽ ബേസ്ഡ്. ഇപ്പോൾ എന്താ അതുകൊണ്ടുള്ള പ്രശ്നം എന്നുള്ളതാണ്. നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ, ഇതൊക്കെ റെക്കോർഡ് ചെയ്യുക, അവസാനം ഇതിൻ്റെ പ്രോഫിറ്റോ ലോസോ മനസ്സിലാക്കുക, അത് ആവശ്യക്കാർക്ക് ഇത് പറഞ്ഞു കൊടുക്കുക. ദാറ്റ്സ് ഓൾ. അതോടുകൂടി എന്ത് കഴിഞ്ഞു, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞു. ഓക്കെ, ദെൻ ഇപ്പോൾ നോക്കൂ, ഒരു ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു പെന്ന്, ഒരു മാർക്കർ. ഈ മാർക്കറിന് ഇപ്പോൾ ഏകദേശം എന്ത് വില ഉണ്ടാവും? ഇതിപ്പോൾ ഞാൻ മേടിക്കുമ്പോൾ 20 രൂപയാണ്. സോ ഇപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 20 ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 10 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് അവർ വിൽക്കുന്നത് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 20 ആണ്. ഇവർക്ക് യഥാർത്ഥത്തിൽ അപ്പോൾ എത്ര പ്രോഫിറ്റ് ഉണ്ട്? 10 റുപ്യേൻ്റെ സാധനം 20 റുപ്യക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര പ്രോഫിറ്റ് കിട്ടും? 10 റുപ്യ പ്രോഫിറ്റ് കിട്ടും അല്ലേ? പ്രോഫിറ്റ് ഉണ്ട്. ഇനി നോക്കൂ, ഞാൻ അതേ കടയിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെന്ന് നോക്കി, എനിക്കൊരു പെണ്ണ് കൂടി വേണം പറയാണ്. അപ്പോൾ അവർ പറഞ്ഞു എന്താണ്, ഇതിന് 25 റുപ്യയുടെ വില ആണ്. അത് അവരെന്താണ്, അവർ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, അവർ സെല്ലിംഗ് പ്രൈസ് കൂട്ടിയിട്ട് എന്നോട് പറഞ്ഞു ഇത് ഇപ്പോൾ 25 റുപ്യയാണ്. ഞാൻ എന്താണ് വാങ്ങുമോ? സാധാരണഗതിയിൽ എന്താണ്, ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ഒറ്റയടിക്ക് 5 റുപ്യ കൂടി നമ്മളൊരു എന്നാൽ ശരിയാണ് പോരും അല്ലേ? നേരെ അടുത്ത കടയിൽ പോയിട്ട് ചിലപ്പോൾ എന്താണ് ചോദിക്കും, അവിടെ എന്തുണ്ടാവുള്ളൂ, 20 റുപ്യൻ്റെ ഉണ്ടാവുള്ളൂ ഈ പെന്നിന്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് കൂട്ടാനുള്ള ഒരു വഴി, ഈ 10 റുപ്യേൻ്റെ സാധനം നിങ്ങൾക്ക് 20 25 വിറ്റാൽ ഒറ്റയടിക്ക് നമുക്ക് എന്താണ് 10 റുപ്യ 5 15 റുപ്യ എന്താണ് പ്രോഫിറ്റിലേക്ക് വരും. അപ്പോൾ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും അല്ലേ? അപ്പോൾ സെല്ലിംഗ് പ്രൈസ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് കൂടും? പ്രോഫിറ്റ് കൂടും. അങ്ങനെയാണെങ്കിൽ ഒരുപാട് കൂട്ടാലോ. 10 റുപ്യേൻ്റെ സാധനം 100 റുപ്യക്ക് കിട്ടിയാൽ നമുക്ക് എത്രയാണ്, 90 റുപ്യ എന്നാണ് പ്രോഫിറ്റ് ആയാലും. അതൊരു ലോജിക്കൽ മെത്തേഡാണ് ഇല്ല, അതൊരു ഫോളിഷ് ഡിസിഷനായിട്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, തൊട്ടടുത്തുള്ള നമ്മളെ സ്ഥാപനങ്ങളൊക്കെ എന്താണ് ഇതേ സാധനം എന്താണ് അപ്പോഴും ആ പഴയ വിലക്ക് തന്നെ കൊടുക്കുന്നുണ്ടാവും. ഓട്ടോമാറ്റിക്കലി എല്ലാവരും അവിടേക്ക് പോകും അല്ലേ? അപ്പോൾ നമ്മളതെന്താണ്, നമ്മളെ സെയിൽസ് കുറയും. സെല്ലിംഗ് പ്രൈസ് കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തിനുള്ള സാധ്യത ഉണ്ട്, നമ്മുടെ വിൽപ്പന കുറയാൻ സാധ്യതയുണ്ട്. സെയിൽസ് കുറയും അല്ലേ? ഡിമാൻഡ് കുറയും, സെയിൽസ് കുറയും. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാം. ആരും ബുദ്ധിമുട്ടിക്കേണ്ട, എന്ത് ചെയ്യാം, 20 റുപ്യക്ക് തന്നെയാണ് നിങ്ങൾ കൊടുക്കുന്നത്. ഈ 10 റുപ്യക്ക് ഉണ്ടാക്കുന്ന സാധനം നിങ്ങൾക്ക് പറ്റെങ്കിൽ 5 റുപ്യക്ക് ഉണ്ടാക്കാൻ പറ്റുക. അപ്പോഴും നിങ്ങൾക്ക് എന്ത് കിട്ടും? 15 രൂപ. ഇതേപോലെ തന്നെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും അല്ലേ? അപ്പോൾ നോക്കൂ, ഇവിടെ എന്താ ചെയ്തത്, ഇവിടെ നമ്മളിത് കോസ്റ്റാണ്, ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറച്ചു. റെഡ്യൂസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഈ പരിപാടി എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്തിനെക്കുറിച്ച് നല്ല ധാരണ വേണം? കോസ്റ്റിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ വേണം. കോസ്റ്റ് നമ്മൾ കണ്ടെത്തണം, എങ്ങനെയൊക്കെയാണ് എവിടെ നിന്നൊക്കെയാണ് ഈ കോസ്റ്റ് എന്നുള്ളത്. അത് അസർട്ടൈൻ ചെയ്യുക, അത് കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ഏതിലില്ല, ഈ പരിപാടിയൊന്നും ഫിനാൻഷ്യൽ അക്കൗണ്ടില്ല, അത് റെക്കോർഡിങ് മാത്രമാണ്. സോ അസർട്ടൈൻ ദി കോസ്റ്റ് ആൻഡ് കൺട്രോൾ ദി കോസ്റ്റ്. അതിന് വേണ്ടിയിട്ട് പുതിയതായിട്ട്
ഒരു ശാഖയും കൂടി ഒന്ന്, ദാറ്റ് ഈസ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഓക്കെ, കോസ്റ്റ് അക്കൗണ്ടിങ്. മറ്റൊരു ബ്രാഞ്ച് കോസ്റ്റ് അക്കൗണ്ടിങ്. ഓക്കെ, അസർട്ടൈൻ ആൻഡ് കൺട്രോൾ കോസ്റ്റ്, ഇതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. അതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയും. ദെൻ ഇങ്ങനെ ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻ, ഡാറ്റാസ്, അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്നും കിട്ടുന്ന ഡാറ്റാസ്, ഇതൊക്കെ ഡാറ്റകളെ കയ്യിൽ. പക്ഷേ ഈ ഡാറ്റകളൊക്കെ വെച്ചിട്ട് ഡാറ്റകളവിടെ വെച്ചിരുന്നിട്ട് കാര്യമല്ലോ. ഇതൊക്കെ എന്ത് ചെയ്യണം? ഇതൊക്കെ നല്ല ആവശ്യമുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷനാക്കി അതിനെ എന്ത് ചെയ്യണം? റീഅറേഞ്ച് ചെയ്ത് പ്രോസസ്സ് ചെയ്യേണ്ടി വരും. ആ പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് ഏത്? നമ്മളെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. സോ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇവരാണ് യഥാർത്ഥത്തിൽ മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻ കൊടുക്കുന്നത്. ഏതിൽ നിന്നാണ്? ഇതെന്നൊക്കെയാണ്. ഇത് രണ്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിന് നിലനിൽപ്പുള്ളൂ. ഇതിന് ഒറ്റയ്ക്ക് എന്തില്ല? നിലനിൽപ്പില്ല. ഇതിനെന്താണ്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ നിന്നും കോസ്റ്റ് അക്കൗണ്ടിൽ നിന്നും കിട്ടുന്ന ഡാറ്റ ആണ് ഇൻഫോർമേഷൻ ആക്കിയിട്ട് ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇൻ ഫ്രണ്ട് ഓഫ് മാനേജ്മെൻറ്റ്. സോ സ്വന്തമായിട്ടൊന്നും നിലനിൽപ്പില്ല. ഓക്കെ, ഇത് രണ്ടുണ്ടെങ്കിൽ മാത്രമേ എന്തിന് സ്കോപ്പുള്ളൂ? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിന് അവിടെ സ്കോപ്പുള്ളൂ. അപ്പോൾ നമ്മളെ ഫ്യൂച്ചറിൽ നമുക്ക് എത്ര പ്രോഫിറ്റ് നമുക്ക് നേടണം, നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാൻ, ബഡ്ജറ്ററി കൺട്രോൾ, ഓക്കെ, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ, കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ, റെഡ്യൂസ് ചെയ്യാൻ, എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റോ മെറ്റീരിയൽ, ഇതിനൊക്കെ നമുക്കെന്താണ്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആവശ്യമാണ്. സോ അത്തരത്തിലുള്ള ഏറ്റവും ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വില കൂടിയിട്ടുള്ള ഒരു അസറ്റ് എന്ന് പറയുന്നത് ഇൻഫോർമേഷനാണ്. ഇൻഫോർമേഷൻ ഈസ് ട്രീറ്റഡ് ആസ് ദി വാല്യുബിൾ അസറ്റ് ഫോർ എനി ഓർഗനൈസേഷൻ. ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഫർദർ നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ അത്തരത്തിലുള്ള വാല്യുബിൾ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് ഇത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. പ്രൊവൈഡിങ് ഇൻഫോർമേഷൻ, വാല്യുബിൾ ഇൻഫോർമേഷൻ for managerial decision, that is the main aim or main purpose of management accounting. അതോടൊപ്പം തന്നെ എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്? ബോത്ത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റാസ് ആർ റെപ്രസെൻറ്റഡ്. ഈ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലും കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൊക്കെ സാധാരണഗതിയിൽ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവായിട്ട് നമുക്ക് അളക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മളെന്താണ് ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടിയും ഇൻഫോർമേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പങ്കുവെക്കുന്നുണ്ട്. ഒക്കെ തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ട്രഡീഷണൽ മെത്തേഡ്, മോഡേൺ മെത്തേഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ്, ഈ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ. അപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി നമ്മളിതിൽ ഒരുപാട് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പഴയ ക്ലാസ്സുകൾ, ഡിഗ്രി ക്ലാസ്സുകളിലൊക്കെ പഠിച്ച് വന്നിട്ടുള്ള സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, അല്ലേ, ബഡ്ജറ്ററി കൺട്രോൾ, അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റിംഗ്, അല്ലേ. മാർജിനൽ കോസ്റ്റിംഗ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് പഠിക്കാണ്ട്. മാർജിനൽ കോസ്റ്റിംഗ്, ഓക്കെ, കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്, ബ്രേക്ക് ഈവൻ അനാലിസിസ്, അല്ലേ, ഒരുപാട് സംഭവങ്ങൾ, റേഷ്യോ അനാലിസിസ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഗ്ലാമർ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഇതാണ്, ഒരു ബ്രാഞ്ചാണിത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അപ്പോൾ ആ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കണം. അതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു ഇൻഫോർമേഷൻ പറഞ്ഞു എന്നുള്ളൂ. നമുക്ക് പഠിക്കാനുള്ള സിലബസിൽ അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു നീഡ്, ആവശ്യകത എന്താ ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ പറയാം? എഫിഷ്യൻറ്റ് കൺട്രോൾ, അല്ലേ, എഫിഷ്യൻറ്റ് കൺട്രോൾ, ഫോർ എഫിഷ്യൻറ്റ് കൺട്രോളിന് ആവശ്യമാണ്. ഫോർ ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമാണ്. മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്, പ്രോഫിറ്റ് പ്ലാനിങ്ങിന് നമുക്ക് ആവശ്യമാണ്. പ്രോഫിറ്റ് പ്ലാനിങ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എഫക്റ്റീവ് യൂസ് ഓഫ് റോ മെറ്റീരിയൽ, അതിനൊക്കെ നമുക്ക് ഇൻഫോർമേഷൻ ആവശ്യമാണ്, എക്സെട്ര. ഒക്കെ നമുക്കെന്താണ് വരുന്ന ഓരോ ക്ലാസ്സുകളിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പല കാര്യങ്ങളും പഠിക്കാനുണ്ട്. സോ ദിസ് ഈസ് വാട്ട് ഈസ് കാൾഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താണ്, എവിടുന്ന് വന്നു, എന്തിന് വന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമുക്ക് ഒരു പറയാനുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് വൺ ഓഫ് ദി മെയിൻ ബ്രാഞ്ചസ് ഓഫ്
അക്കൗണ്ടിങ്. അതർ ബ്രാഞ്ചസ് ഏതൊക്കെയാണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് അതിൻ്റെ ഒപ്പം വരാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ആൻഡ് പ്രൊവൈഡ് ഇൻഫോർമേഷൻ, വാല്യുബിൾ ഇൻഫോർമേഷൻ ടു മാനേജ്മെൻറ്റ് ഫോർ ദ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പോളിസി മേക്കിംഗ്. ഇതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ശാസ്ത്രശാഖയാണ് നമ്മളെന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എംകോമിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നാമത്തെ ഒരു മൊഡ്യൂളിൽ ആയിട്ട് ബന്ധപ്പെട്ടതിൻ്റെ ബേസിക്സ് ആണ് കാര്യമായിട്ട് പഠിക്കാറ്. പിന്നെ അഡ്വാൻസ്ഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നാണ് നമ്മൾ പേര് പറഞ്ഞു. അഡ്വാൻസ്ഡ് മാനേജ്മെൻറ്റ് എന്തൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളതാണ്. ആ ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് എഴുതിയിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. എന്നിട്ട് അതിന് ശേഷം ഡീറ്റെയിലേക്ക് നമുക്ക് എന്താണ് ആദ്യത്തെ 1-2 മൊഡ്യൂളൊക്കെ തിയറി ഓറിയൻറ്റഡ് ഉള്ള കാര്യങ്ങൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കൂടുതൽ എന്താണ് ബോർഡൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ എന്തൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ളതെന്ന് മനസ്സിലാക്കി. ഓക്കെ, യെസ്, ഇതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് അതൊക്കെ മൊഡ്യൂളായിട്ടാണ് വരിക. മൊഡ്യൂൾ 5 മൊഡ്യൂളുണ്ട്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഫസ്റ്റ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, അതിൻ്റെ സ്കോപ്പ്, ഫീച്ചേഴ്സ് എന്താണ്, അങ്ങനെ പോയിട്ട് ലിമിറ്റേഷൻസ് അതൊക്കെ അതിൽ വരുന്നുണ്ട്. ഏരിയാസ് എവിടെയൊക്കെയാണ്. ഓക്കെ, പിന്നെ മറ്റ് ഡിസിപ്ലിനായിട്ടുള്ള അതിൻ്റെ ബന്ധങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് എക്സെട്ര അതൊക്കെ അതിൽ വരുന്നത്. ഇത് PG പ്ലസ് MCOM പ്ലസ് BCOM. പെർഫോമൻസ് മെഷർമെൻറ്റ്. ഓക്കെ, ഇത് എന്താണ് തിയറിയാണ്. ഇത് ഈ ഭാഗം തിയറിയാണ്. ഇതൊക്കെ തിയറി ആട്ടോ. തിയറി ഓക്കെ, ഇത് തിയറിയാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് ആൻഡ് അൺസർട്ടൈനിറ്റി. ഇത് പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സെഷനാണ് MCOM-ൽ എന്താണ് MCOM. അതുപോലെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ദെൻ മാർജിനൽ കോസ്റ്റിംഗ് നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ളതാണ്. പ്രോബ്ലം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് BCOM-ൽ പഠിക്കാണ്ട്. അതുപോലെ തന്നെ എന്താണ് മാർജിനൽ കോസ്റ്റിംഗ്, അതൊക്കെ നിങ്ങൾ BCOM പഠിച്ചു കഴിഞ്ഞാൽ റെഫർ ചെയ്യുന്ന കുട്ടികൾക്ക് ഇത് MCOM-ന് മാത്രമുള്ള ഏരിയ അല്ല എന്നാണ് ഞാൻ പറയുന്നത്. അഡ്വാൻസ്ഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യ ഭാഗങ്ങൾ, ഈ ഇത്രയും ഭാഗങ്ങളൊക്കെ BCOM-ലും പഠിക്കാനുള്ള സംഭവങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യണം. സോ ഇതിൻ്റെ ഒരു പെർസെൻറ്റേജ് വൈസ് വരെ സിലബസിൽ പറയുന്നത് 70-30 ആണ് പറയുന്നത്. 70:30. 70% പ്രോബ്ലം, അതുപോലെ 30% എന്താണ് തിയറിയുമാണ് എന്നാണ്. 70-30 പെർസെൻറ്റേജ് വൈസ്. ഓക്കെ, ഇത് പെർസെൻറ്റേജ് ആട്ടോ. പക്ഷേ ശ്രദ്ധിക്കണം, ഇവിടെ 30% തിയറി വരുള്ളൂ വെച്ചാൽ 30% നല്ല സാധാരണഗതിയിൽ തിയറി ആയിട്ട് ക്വസ്റ്റ്യനിൽ ചോദിച്ചു വരാറുള്ളത്. അത് ഇതായിട്ട് ബന്ധപ്പെട്ട് എക്സാം ടിപ്സായിട്ട് ബന്ധപ്പെട്ട് എക്സാം ഹാളിൽ നിങ്ങൾ എക്സാം എഴുതുന്ന പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പിന്നെ യൂണിവേഴ്സിറ്റി എക്സാമൊക്കെ എഴുതാൻ പോകുന്ന കുട്ടികൾ, അപ്പോൾ അതുകൊണ്ട് PG അവരെ ബേസ് ചെയ്തിട്ട് നമ്മളെന്താണ് ഇത്ര വെയിറ്റേജിൻ്റെ മാർക്ക് ഇത്ര സമയം കൊണ്ട്, അപ്പോൾ ഒരു പ്രത്യേകമായിട്ട് നമ്മളെങ്ങനെ പ്ലാൻ ചെയ്യുന്നതിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മളെന്തൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് കാണുന്നത് നല്ലതാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മൊത്തത്തിലുള്ള പാറ്റേൺ ഒരു ഐഡിയ കിട്ടും. എങ്ങനെ നമ്മളെന്താണ് എത്ര രീതിയിൽ എത്ര സമയം കൊണ്ട് നമുക്ക് ആൻസർ ചെയ്യണം എന്നുള്ള എനിക്ക് ഒരു കൃത്യമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ പെർസെൻറ്റേജ് വൈസ് 30 ആവില്ല എന്നുള്ളത് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററിലെ അഡ്വാൻസ്ഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഭാഗത്ത് PGക്ക് പഠിക്കാനുള്ള സിലബസ് എന്ന് പറയും. സോ നമുക്ക് ഇതിൻ്റെ ഓരോ ഏരിയാസായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ വീഡിയോസായിട്ട് ഒന്ന് സംസാരിക്കാം. ഓക്കെ, വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ബൈ.